2024-25 വർഷത്തെ 7ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ. നഖറഉൽ ഖിസ്സത വനുജീബു അനിൽ അസ്ഇലത്തി താലിയ. ഈ കഥ വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ദാത്ത സ്വബാഹിൻ, ഒരു പ്രഭാതത്തിൽ, ത്വാറ ഉസ്ഫൂറുൻ, ഒരു കുരുവി പറന്നുപോയി, മിൻ ഉഷിഹി, അതിൻ്റെ കൂട്ടിൽ നിന്നും, ജാഅൻ, വിശന്നിട്ട്, വിശപ്പോടെ, ബദഅ യബ്ഹസു ത്വആമ, അത് ഭക്ഷണം അന്വേഷിക്കാൻ തുടങ്ങി, ബദഅ തുടങ്ങി, വത്വാറ ബഈദൻ, എന്നിട്ട് വളരെ ദൂരം പറന്നു, ഫറഅ ബബ്ഗാഅ ഫി ഖഫസിൻ ജമീലിൻ, അപ്പോൾ അതൊരു തത്തയെ, ഒരു ഭംഗിയുള്ള കൂട്ടിൽ ഒരു തത്തയെ കണ്ടു. ഫറഅ ബബ്ഗാ, ഒരു ബബ്ഗാഇനെ കണ്ടു, തത്തയെ കണ്ടു, ഫി ഖഫസിൻ ജമീലിൻ, ഭംഗിയുള്ള ഒരു കൂട്ടിൽ, ലദൈഹ ത്വആമുൻ വശറാബുൻ കസീറുൻ, അതിൻ്റെ അടുക്കൽ ധാരാളം ഭക്ഷണങ്ങളും പാനീയങ്ങളും ഒക്കെ ഉണ്ട്. ലദൈഹ, അതിൻ്റെ അടുക്കലുണ്ട്, ആ തത്തയുടെ അടുക്കലുണ്ട്, ത്വആമുൻ വശറാബുൻ, ഭക്ഷണവും പാനീയവും, കസീറുൻ, ധാരാളം. ഖാലൽ ഉസ്ഫൂറു, അപ്പോൾ കുരുവി പറഞ്ഞു, മാ അജ്മല ഹയാത്തക്കി, നിന്റെ ജീവിതം എന്തൊരു സുന്ദരമാണ്, ലദൈക്ക് ത്വആമുൻ കസീറുൻ, നിന്റെ അടുക്കൽ ധാരാളം ഭക്ഷണമുണ്ട്, തഅ്കുലീന വ തശ്റബീന റഗദൻ, നീ സുഭിക്ഷമായി കുടിക്കുകയും തിന്നുകയും ചെയ്യുന്നു. കാലത്തിൽ ബബ്ഗാഉ ബിഹുസ്നിൻ, ബബ്ഗാ, തത്ത സങ്കടത്തോടെ പറഞ്ഞു, ലദയ്യ ത്വആമുൻ കസീറുൻ, എൻ്റെ അടുക്കൽ ധാരാളം ഭക്ഷണമുണ്ട്, വലാക്കിൻ, പക്ഷേ, അന സജീനുൻ, ഞാൻ തടവുകാരനാണ്, ലാ അസ്തതിഉ, എനിക്ക് കഴിയുകയില്ല, അൻ അത്തീറ മിസ്ലക, നിന്നെ പോലെ പറക്കാൻ, അൽ ഹുരിയത്തു, സ്വാതന്ത്ര്യം, ഹിയ സഅദത്തു, അതാണ് സന്തോഷം, ല അൻ അജൂഅ വ അന ഹുർറുൻ, ഞാൻ സ്വതന്ത്രനായിരിക്കെ വിശക്കൽ, അഹബ്ബു ഇലയ്യ, എനിക്ക് പ്രിയപ്പെട്ടതാകും, എനിക്കിഷ്ടമാണ്, മിൻ അൻ അശ്ബഅ വ അന സജീനുൻ, ഞാൻ തടവുകാരനായിരിക്കെ വയറു നിറയുന്നതിനേക്കാൾ, തടവുകാരനായിരിക്കെ വയറു നിറച്ച് ഭക്ഷണം കഴിച്ച് കഴിയുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്താണ്? സ്വതന്ത്രനായി വിശന്നുകൊണ്ട് കഴിയുന്നതാണ്. അത്രയ്ക്കും വലുതാണ് സ്വാതന്ത്ര്യം. ഇതാണ് കഥ. ഇനി ഇത് നമ്മുടെ പാഠഭാഗത്തുള്ള കഥ അതേ രൂപത്തിലുള്ള മറ്റൊരു കഥയാണ്. ലിമ ഖറജൽ ഉസ്ഫൂർ മിൻ ഉഷിഹി, എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് ഉസ്ഫൂർ തൻ്റെ കൂട്ടിൽ നിന്നും പുറത്തിറങ്ങിയത്? ഖറജ, പുറത്തിറങ്ങിയത്. ഓപ്ഷൻ അലിഫ്, ത്വലബൻ ലി സ്വദീഖിഹി, കൂട്ടുകാരനെ അന്വേഷിച്ചുകൊണ്ട്, ത്വലബൻ ലി ത്വആമിഹി, അതിൻ്റെ ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട്, ത്വലബൻ ലി ഉമ്മിഹി, അമ്മയെ അന്വേഷിച്ചുകൊണ്ട്. ശരി ഉത്തരം ഭക്ഷണമാണല്ലേ. മാദാ റഅൽ ഉസ്ഫൂർ ഫിൽ ഖഫസി, ഉസ്ഫൂർ ഖഫസിൽ, അതായത് കൂട്ടിൽ എന്താണ് കണ്ടത്? ഖഫസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഉണ്ടാക്കുന്ന കൂട്, പക്ഷികളെ തടവിലിടാൻ വേണ്ടി. ഉഷ് എന്ന് പറഞ്ഞാലോ, പക്ഷികൾ അവയ്ക്ക് താമസിക്കാൻ വേണ്ടി സ്വന്തം ഉണ്ടാക്കുന്ന കൂട്. അപ്പോൾ ഉസ്ഫൂർ ഖഫസിനകത്ത് എന്തിനെയാണ് കണ്ടത്? ഹമാമത്തൻ, പ്രാവിനെ, ഉസ്ഫൂറൻ, കുരുവിയെ, ബബ്ഗാ, തത്തയാണ് കണ്ടത് അല്ലേ. അപ്പം ബബ്ഗാ, ജീമാണ് ഉത്തരം. 3. മാഹിയ സആദത്തു ഫീ നളരിൽ ബബ്ഗാഇ, ആ തത്തയുടെ അഭിപ്രായത്തിൽ എന്താണ് സആദത്ത്, എന്താണ് സൗഭാഗ്യം, സന്തോഷം? അത്വാം, ഭക്ഷണമാണോ? അൽ ഹുരിയത്ത്, സ്വാതന്ത്ര്യമാണോ? അസിജിന്, തടവാണോ? ഹുരിയത്ത്, സ്വാതന്ത്ര്യമാണ്. ഓക്കെ. മിൻ ഐന ത്വാറൽ ഉസ്ഫൂർ, ഉസ്ഫൂർ എവിടെ നിന്നാണ് പറഞ്ഞത്? മിനൽ ഉഷി, കൂട്ടിൽ നിന്ന്, മിനൽ ഖഫസി, മറ്റേ തടവിൽ നിന്ന്, തടവിൻ്റെ ആ കൂട്ടിൽ നിന്ന്, മിന ഷജറത്തി, ഷജറത്തിൽ നിന്ന്. ഏതിൽ നിന്നാണ് പറഞ്ഞത്? ഉഷിൽ നിന്നാണല്ലേ. ഇനി ഉക്തുബു ഉൻവാനൻ മുനാസിബൻ ലിഹാദിഹിൽ ഖിസ്സത്തി, ഈ കഥയ്ക്ക് അനുയോജ്യമായ ഒരു ടൈറ്റിൽ, ഒരു ഹെഡിങ് കണ്ടെത്താം, ഒരു ഹെഡിങ് എഴുതാം. എന്തെഴുതാം? അൽ ഉസ്ഫൂറു അൽ ബബ്ഗാഉ, കുരുവിയും തത്തയും എന്നെഴുതാം, അല്ലെങ്കിൽ അൽ ഹുരിയത്തു എന്നെഴുതാം, സ്വാതന്ത്ര്യം എന്ന്. അങ്ങനെ ഏതെങ്കിലും ഒരു ഹെഡിങ് എഴുതുക. ഇനി അടുത്തത് നക്തുബുൽ മുഫക്കിറ, ഡയറി എഴുതണം. നബീലുൻ വലതുൻ, നബീൽ ഒരു കുട്ടിയാണ്, യുഹിബുൽ ഹയവാനാത്തി വത്തുയൂറ, അവൻ പക്ഷികളെയും മൃഗങ്ങളെയും ഇഷ്ടപ്പെടുന്നു. യൗമൻ, ഒരു ദിവസം, ഖറജ മഅ വാലിദിഹി, അവൻ തൻ്റെ പിതാവിൻ്റെ കൂടെ പുറപ്പെട്ടു, ലി സിയാറത്തി ഹദിയഖത്തിൽ ഹയവാനാത്തി, മൃഗശാല സന്ദർശിക്കാൻ. റഅ ഫിഹ, അവിടെ അവൻ കണ്ടു, മുഖ്തലിഫൽ ഹയവാനാത്തി, വിവിധ തരം മൃഗങ്ങളെ, മിസലൽ അസദി, സിംഹത്തെ പോലെ, വൻ നെമിരി, പുലി, വൽ ഫീലി, ആന, വസറാഫ, ജിറാഫ്, വൽക്കിർദ്, കുരങ്ങൻ, വതുയൂറൻ മുത്തനവ്യ, ഇവയൊക്കെ കണ്ടു. അതേപോലെ വതുയൂറൻ മുത്തനവ്യ, വിവിധ തരം പക്ഷികളെയും,
മിസല താവൂസി മയില് പോലെ, വനാമത്തി ഒട്ടകപക്ഷി, വൽ ഹമാമത്തി പ്രാവ്, വൽ ബബുക തത്ത, ഇങ്ങനെയുള്ള പക്ഷികളെയും കണ്ടു. വഫി തിൽക്കൽ ലൈലത്തി ആ രാത്രി അറാദ നബീലുൻ നബീൽ ഉദ്ദേശിച്ചു അൻ യക്തുബ മുഫക്കിറത്തൻ ഒരു ഡയറി എഴുതാൻ. ഹയ്യാ നുസായിദുഹു നമുക്ക് അവനെ സഹായിക്കാം. അതിന്റെ തുടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്. യോമു സബ്ത് ശനിയാഴ്ച ഡേറ്റ്, പിന്നെ അല്യോം ഇന്ന്, അന മസ്റൂറുൻ ജിദ്ദൻ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഖറജത്തു മഅ വാലിദി ഞാൻ എൻ്റെ പിതാവിന്റെ കൂടെ പുറപ്പെട്ടു. എങ്ങോട്ടേക്ക് പുറപ്പെട്ടു? എവിടെയാ പുറപ്പെട്ടത്? മൃഗശാലയിലേക്ക് അല്ലേ. ദഹബ്തു മഅ വാലിദി അല്ലെങ്കിൽ ഖറജത്തു മഅ വാലിദി ഇലാ ഹദീഖത്തിൽ ഹയവാനാത്തി മൃഗശാലയിലേക്ക് പുറപ്പെട്ടു. റഅയ്തു ഫീഹ ഞാൻ അവിടെ കണ്ടു ഹയവാനാത്തിൻ മുഖ്തലിഫത്തൻ വിവിധ തരം മൃഗങ്ങളെ. മിസലൽ ഖുറൂദി അവിടെ മേലെ പറഞ്ഞ മൃഗങ്ങളുടെ പേരൊക്കെ ഇവിടെ എഴുതുക. വസ്സനാജീബി, വല്ലഫിയാലി, വല്ല ഗിസ്ലാനി ഇതൊക്കെ മൃഗങ്ങളുടെ പേരാണ്. സനാജീബ് അണ്ണാന്മാർ, അഫിയാൽ ആനകള്, ഗിസ്ലാൻ മാനുകള്. റഅയ്തു ഫീഹ അൽ അഗ്നാമ ഞാൻ അവിടെ ഒട്ടകപക്ഷികളെ കണ്ടു. വൽ അഗ്നാമി മീൻസ് ഇത് എന്താണ്? ആടുകള് അല്ലെ. വൽ അറാനിബ മുയലകളെ കണ്ടു. വൽ ഖനാസീറ പന്നികളെ കണ്ടു. വൽ ഹുമുറ കഴുതകളെ കണ്ടു. വൽ ഖുയൂല കുതിരകളെ കണ്ടു. വറഅയ്തു അയ്ളൻ ഞാൻ എന്തിനെ കണ്ടു? അൽ അസദ വൻ നമിറ സിംഹത്തെയും പുലിയെയും, വൽ ബബ്ര കടുവയെയും, വൽ ഫഹദ ചീറ്റപ്പുലിയെയും ഒക്കെ കണ്ടു. റജഅതു മഅ അബി ഞാൻ എൻ്റെ ഉപ്പയുടെ കൂടെ തിരിച്ചുപോയി. മസാഅൻ വൈകുന്നേരം, ബാലിഗിൽ ഫറഹി അങ്ങേയറ്റത്തെ സന്തോഷത്തോടെ, മസ്റൂരി സന്തോഷം, അങ്ങേയറ്റ സന്തോഷത്തോടെ ഞാൻ വൈകുന്നേരം ഉപ്പയുടെ കൂടെ തിരിച്ചുപോയി വീട്ടിലേക്ക്. റജഅതു ഇലാ ബൈത്തി എന്നും കൂടെ ഏതാ വേണമെങ്കിൽ. അപ്പൊ ഇവിടെ ഈ എഴുതിയിരിക്കുന്നതല്ല, നമ്മുടെ ചോദ്യത്തിൽ ഏതൊക്കെ മൃഗങ്ങളുടെ പേരാണോ ഉള്ളത് ആ മൃഗങ്ങളുടെ പേരൊക്കെ എഴുതുക, ഇവിടെയുള്ള പേരുകളൊക്കെ എഴുതുക. ഇനി നഖ്താറു മിനൽ ഫിഖ്റത്തി താഴെയുള്ള പാരഗ്രാഫിൽ നിന്നും കണ്ടെത്തണം. അൽ മുലാഫ വൽ മുലാഫ ഇലൈഹി മുലാഫും മുലാഫിൻ ഇലൈഹിയും കണ്ടെത്തണം. വനക്തുബു കമാഫിൽ മിസാൽ എന്നിട്ട് ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതാം. വഫി തിൽക ലൈലത്തി ആ രാത്രി റആ നബീലുൻ നബീൽ കണ്ടു ഫിൽ മനാമി ഉറക്കത്തിൽ അതായത് സ്വപ്നത്തിൽ കണ്ടു. ഹദീഖത്ത ഹൈവാനാത്തി എന്തിനെ കണ്ടു? മൃഗശാല കണ്ടു. പിന്നെ തഅജ്ജബ നബീലുൻ നബീൽ അത്ഭുതപ്പെട്ടു. മിൻ റുഇയത്തി കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. എന്ത് കണ്ടപ്പോൾ? ലിബദിൽ അസദി സിംഹത്തിന്റെ സട, വ ഹുർത്തൂമിൽ ഫീലി ആനയുടെ തുമ്പിക്കൈ, വ ഉനഖി സറാഫത്തി പിന്നെ സറാഫത്തിന്റെ കഴുത്ത്, വരീശി താവൂസി മയിലിന്റെ പീലി, വസാഖി നാമത്തി ഒട്ടകപക്ഷിയുടെ സാക്ക് കാല്, വൈരിഹ അതേപോലെയുള്ള സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു. ഇനി ഇതിലുള്ള മുലാഫ് മുലാഫ് ഇലഹി ഏതൊക്കെയാണ്? ഒന്നാമത് കൊടുത്തിരിക്കുന്നു ലിബദുൽ അസദി സിംഹത്തിന്റെ സട. അതേപോലെ ഏതൊക്കെയാണുള്ളത്? ഹുർത്തൂമുൽ ഫീലി ആനയുടെ തുമ്പിക്കൈ. അതിൽ ഹുർത്തൂമ് മുലാഫാണ്, ഫീല് മുലാഫിൻ ഇലഹിയാണ്. ഒനുക്കു സറാഫത്തി ജിറാഫിന്റെ കഴുത്ത്, ഒനുക്ക് മുലാഫാണ്, സറാഫത്ത് മുലാഫ് ഇലഹി. രീഷു താവൂസി താവൂസ് മുലാഫ്, മുലാഫിൻ ഇലഹി രീഷി മുലാഫ്. ഓക്കെ. ഇനി നുലാഹിലുൽ കലിമാത്തി വനുക്കുമിൽ കമാഫിൽ മിസാൽ ഉദാഹരണത്തിലുള്ളതുപോലെ പൂരിപ്പിക്കാം. ഹാജത്തുൻ ആവശ്യം, ഹവാഇജു ആവശ്യങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ മുഫ്രദുകളും രണ്ടാമത്തെ കോളത്തിൽ ജംഉകളുമാണുള്ളത്. ഷഅബുൻ ജനത, അതിന്റെ ജംഅ് ഷുഊബുൻ. അടുത്തത് ജംഅ അവിടെ കൊടുത്തിട്ടുണ്ട് അയാദു ആഘോഷങ്ങൾ, അതിന്റെ മുഫ്രദാണ് എഴുതേണ്ടത്. ഈദുൻ ആഘോഷം. പിന്നെ ഖബായിലു ഗോത്രങ്ങൾ, അതിന്റെ മുഫ്രദ് എഴുതണം ഖബീലത്തുൻ ഗോത്രം. പിന്നെ സിലാഹുൻ ആയുധം, അതിന്റെ ജംഅ് അസ്ലിഹത്തുൻ ആയുധങ്ങൾ. കബീറുൻ വലിയവൻ, ജംഅ് കിബാറുൻ വലിയവർ. ജമ്മുകളൊക്കെ പാഠഭാഗത്തുള്ള മുഫ്രദിന്റെ ഒക്കെ ജമ്മുകൾ പഠിച്ചു വെക്കണം. നുക്കമ്മിൽ ബിസ്തിആനത്തിൽ കലിം നുക്കമ്മിൽ നമുക്ക് പൂരിപ്പിക്കാം. ബിസ്തിആനത്തി സഹായത്തോടെ. എന്തിന്റെ സഹായത്തോടെ? അൽ കലിമാത്തി വാക്കുകളുടെ സഹായത്തോടെ പൂരിപ്പിക്കണം. ഫി ദായിറത്തി ഈ ദായിറത്തിലുള്ള, ദായിറത്ത് എന്ന് പറഞ്ഞാൽ വൃത്തം, വൃത്തത്തിലുള്ള വാക്കുകളുടെ സഹായത്തോടെ പൂരിപ്പിക്കാം. കമാഫിൽ മിസാൽ ഉദാഹരണത്തിലുള്ളതുപോലെ. ഉദാഹരണത്തിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഹിയ തസ്ബഹു അവൾ നീന്തുന്നു. സബഹ നീന്തി, തസ്ബഹു നീന്തുന്നു. ഇനി ബ്രാക്കറ്റിൽ അല്ലെങ്കിൽ ദായിറത്തിൽ എന്തൊക്കെ വാക്കുകളാണുള്ളത്? തക്തുബു എഴുതുന്നു, നെറുഹു പോകുന്നു. തക്തുബു എന്ന് പറഞ്ഞാൽ അവൾ എഴുതുന്നു അല്ലെങ്കിൽ നീ എഴുതുന്നു. നെറുഹു ഞങ്ങൾ പോകുന്നു. അത്ബഹു ഞാൻ പാകം ചെയ്യുന്നു. തസ്ബഹു അവൾ നീന്തുന്നു.
തസ്റഊന നിങ്ങൾ കൃഷി ചെയ്യുന്നു, യൽഅബു അവൻ കളിക്കുന്നു. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ കോളത്തിൽ ലമീറുകൾ കൊടുത്തിട്ടുണ്ട്. ഹിയ അവൾ, അൻത നീ, അന ഞാൻ, നെഹ്നു ഞങ്ങൾ, അൻതും നിങ്ങൾ, ഹുവ അവൻ. അതിൻ്റെ കൂടെ ഏതൊക്കെ ഫീലാണ് വരിക എന്നത് കണ്ടുപിടിക്കണം. ഹിയയുടെ കൂടെ തസ്ബഹു അവൾ നീന്തുന്നു. ഇനി അൻത നീയാണ് അല്ലേ, നീ ചെയ്യുന്നു എന്നുള്ളത് തക്തുബാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അൻത തക്തുബു നീ എഴുതുന്നു. അന അത്ബഹു ഞാൻ പാചകം ചെയ്യുന്നു. നെഹ്നു നറുഹു ഞങ്ങൾ പോകുന്നു. അൻതും നിങ്ങൾ, തസ്റഊന കൃഷി ചെയ്യുന്നു. ഹുവ അവൻ, യലബു കളിക്കുന്നു. അപ്പോൾ മുലാരിയ ഫീലിന്റെ തുടക്കത്തിൽ മുലാറത്തിന്റെ അക്ഷരങ്ങൾ ഉണ്ടാകും. ഏതൊക്കെയാണ് മുലാറത്തിന്റെ അക്ഷരങ്ങൾ? ത, അ, ന, യ. ഈ 4 അക്ഷരങ്ങളാണ് ഉണ്ടാവുക. അൻതയുടെ കൂടെ ത എന്നാണ് വരിക അല്ലെ, നീ ചെയ്യുന്നു എന്ന് പറയാൻ ത വരും. അതേപോലെ തന്നെ ഹിയയുടെ കൂടെയും തായാണ് വരിക, തസ്ബഹു അൻത തക്തുബു. ഇനി അൻതയുടെ കൂടെ തസ്ബഹു പറഞ്ഞാൽ അൻത തസ്ബഹു നീ നീന്തുന്നു എന്ന അർത്ഥം കിട്ടും. ഹിയ തക്തുബു എന്ന് എഴുതിയാലോ അവൾ എഴുതുന്നു എന്ന അർത്ഥം കിട്ടും. അപ്പോൾ അൻതയും ഹിയയുടെയും കൂടെ വെക്കേണ്ടത് ത എന്നാണ്. ഇനി അന ഞാനാണെങ്കിലോ ആ എന്നാണ് വെക്കേണ്ടത്. അത്ബഹു ഞാൻ പാകം ചെയ്യുന്നു. പിന്നെ അത് ഇതിലുള്ള എല്ലാ വാക്കുകളും എല്ലാ ലമീറിന്റെ കൂടെ വെക്കാൻ പറ്റും അല്ലേ. ഇനി സബഹ ഞാൻ നീന്തുന്നു എന്നാണ് പറയുന്നെങ്കിലോ അന അസ്ബഹു ഞാൻ നീന്തുന്നു. അതേപോലെ ഇനി നെഹ്നു ആകുമ്പോൾ ഞങ്ങളാകുമ്പോൾ മുലാറത്തിന്റെ അക്ഷരം നായാണ് ഉണ്ടാവുക. നെറുഹു ഞങ്ങൾ പോകുന്നു. ഇനി അൻതും ആണെങ്കിലോ നിങ്ങളാണെങ്കിലോ ത ആണ് ഉണ്ടാവുക, തസ്റഊന. പക്ഷെ അവസാനം ഒരു വാവും നൂനും കൂടെ ഉണ്ടാകും, തസ്റഊന. തസ്റഉ എന്ന് മാത്രം പറയുകയാണെങ്കിൽ നീ അല്ലെങ്കിൽ അവൾ എന്നാണ് അർത്ഥം കിട്ടുക. ഇനി ഹുവയാണെങ്കിലോ അവനാണെങ്കിൽ യ, ഹുവ യ, യൽഅബു. ഓക്കെ, ഇനി നുക്കമ്മിലുൽ മുഖാബലത്ത ഇന്റർവ്യൂ പൂരിപ്പിക്കാം. ഇവിടെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, അത് ഈ പാരഗ്രാഫ് നോക്കി പൂരിപ്പിക്കാം. ഷിഹാബുൻ മുഹന്ദിസുൻ മാഹിറുൻ. ഷിഹാബ് ഒരു മിടുക്കനായ എഞ്ചിനീയറാണ്. ഉംറുഹു 25 സനത്തൻ. അവന്റെ പ്രായം 25 വയസ്സാണ്. യംലിക്കു മുഅഹിലൽ ബക്കാലൂരിയൂസ് ഫിൽ ഹന്തസത്തി. അവൻ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയുണ്ട്. മിൻ ജാമിയത്തി കുസാറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി അവന്റെ കയ്യിലുണ്ട്. ഹുവ യഅമലു അവൻ ജോലി ചെയ്യുന്നു. ഫി ശരിക്കത്തിൻ അമരീകിയത്തിൻ ഒരു അമേരിക്കൻ കമ്പനിയിൽ. ഫിൽ മംലക്കത്തിൽ അറബിയത്ത് സൗദി അറേബ്യയിലെ ഒരു അമേരിക്കൻ കമ്പനിയിലാണ് അവൻ ജോലി ചെയ്യുന്നത്. മുൻദു സലാസി സനവാത്തിൻ 3 വർഷമായിട്ട്. മുൻദു സലാസി സനവാത്തിൻ എന്ന് പറഞ്ഞാൽ 3 വർഷമായി അവൻ അവിടെ ജോലി ചെയ്യുകയാണ്. ദാത്തയോമിൻ ഒരു ദിവസം വജദ ഫിൽ ജരീദത്തി ഇഅ്ലാനൻ അവൻ പത്രത്തിൽ ഒരു ഇഅ്ലാൻ ഒരു പരസ്യം കണ്ടു. അൻ വലീഫത്തിൽ മുഹന്ദിസി ഒരു എഞ്ചിനീയർ ജോലിക്ക് വേണ്ടിയുള്ള എഞ്ചിനീയർ പോസ്റ്റിലേക്ക് ഉള്ള ഒരു പരസ്യം. ഫി ശരിക്കത്തിൻ ഹിന്ദിയത്തിൻ ബിഡൽഹി ഡൽഹിയിലെ ഒരു ഇന്ത്യൻ കമ്പനിയിൽ എഞ്ചിനീയറെ ആവശ്യമുണ്ട് എന്ന പരസ്യം കണ്ടു. അർസല സീറത്തഹു ദാത്തിയത്ത അവൻ തന്റെ ബയോഡാറ്റ അയച്ചു. ഇലാ തിൽക ശരിക്കത്തി ആ കമ്പനിയിലേക്ക് അബറ ബരീദിൽ ഇലക്ട്രോണി ഇമെയിൽ മുഖേന അയച്ചു. വജറത്തിൽ മുഖാബലത്തു അങ്ങനെ ഇന്റർവ്യൂ നടന്നു. ബൈനഹു വ ബൈന മുദീരി ഖിസ്മി തൗലീഫി അബ്ര മുക്കാലമത്തി വീഡിയോ കോളിലൂടെ പിന്നെ ഈ മാനേജറുമായിട്ട് അവിടെയുള്ള എംപ്ലോയിങ് മാനേജറുമായിട്ട് ഇന്റർവ്യൂ നടന്നു. ആരുടെ? ഷിഹാബിന്റെ. അങ്ങനെ ഷിഹാബും മാനേജറും തമ്മിൽ ഇന്റർവ്യൂ നടക്കുകയാണ് ഈ കമ്പനിയിലേക്കുള്ള ജോലിക്ക് വേണ്ടിയിട്ട്. അതാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കാൻ ഇവിടെ ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ സ്വന്തമായി എഴുതണം. ഷിഹാബ് സബാഹുൽ ഖൈർ എന്ന് പറഞ്ഞു. അപ്പോൾ മുവല്ലഫ് എന്ന് പറയും സബാഹുൻ നൂർ, തഫല്ലൽ വെൽക്കം. ഷിഹാബ് ശുക്രൻ താങ്ക്സ്. മുവല്ലഫ് അരിഫ് നഫ്സക എന്ന് വെച്ചാൽ എന്താണ്? സ്വയം പരിചയപ്പെടുത്തൂ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, അതാണ് അരിഫ് നഫ്സക. അപ്പോൾ ഷിഹാബ് പറയുന്നു ഇസ്മി ഷിഹാബ്, എൻ്റെ പേര് ഷിഹാബ് എന്നാണ്. അത് പറഞ്ഞപ്പോൾ മുവല്ലഫ് ഉദ്യോഗസ്ഥൻ എന്തോ ചോദിക്കുന്നുണ്ട്. എന്താണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഷിഹാബ് എന്താണ് മറുപടി പറയുന്നത് എന്ന് നോക്കിയാൽ മതി. മറുപടി പറയുന്നത് 25 എന്നാണ്, 25. എന്തായിരിക്കും? 25 വയസ്സാണ് ഇവന് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതുകൊണ്ട് നിന്റെ പ്രായം എത്രയാണ് എന്നാണ് ചോദിക്കേണ്ടത്.
അതെങ്ങനെ ചോദിക്കും? കം ഉംറുക, ഹൗ ഓൾഡ് ആർ യു, നിന്റെ പ്രായം എത്രയാണ്? ഹംസത്തും വൈശുറൂന 25, അതായത് ഹംസത്തും വൈശുറൂന സനത്തൻ എന്ന് വേണം, 25 വയസ്സ്. വമാ മുഅഹിലാത്തുക, നിന്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? മുഅഹിലാത്ത് ക്വാളിഫിക്കേഷൻസ്, എന്താണ് ക്വാളിഫിക്കേഷൻ? ബക്കാലൂരിയൂസ് ഫിൽ ഹന്തസ, എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രി. ബക്കാലൂരിയൂസ് മീൻസ് ബാച്ചിലർ ഡിഗ്രി. മുവല്ലഫ് ഹൽ ലദൈക ഖിബ്റത്തുൻ, നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? അതെങ്ങനെ മനസ്സിലായി ആ ചോദ്യമാണ് വേണ്ടത് എന്ന്? കാരണം ഷിഹാബ് പറയുന്നത് നാം അതെ, ലീ ഖിബ്റത്തു സലാസി സനവാത്തിൻ, എനിക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നാണ് ഷിഹാബ് മറുപടി പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യമായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, ഹൽ ലദൈക ഖിബ്റത്തുൻ, നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന്. അപ്പോൾ അത് ഉത്തരം പറഞ്ഞു. അപ്പൊ മുവല്ലഫ് സനത്തസിലു ബിക ലാഹിക്കൻ, ഞങ്ങൾ നിന്നെ പിന്നീട് ബന്ധപ്പെടാം. ഷിഹാബ് ശുക്രൻ. അത് കഴിഞ്ഞു. ഇനി നുതർജിമുൽ ജുമലത്താലിയത്, താഴെയുള്ള ജുംലകൾ, സെന്റൻസുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. നുതർജിമു എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇലൽ ഇൻജിലീസിയ, എങ്ങോട്ട്? ഏത് ഭാഷയിലേക്കാണ്? ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഒന്നാമത്തെ സെന്റൻസ്, അന അംരീകിയുൻ, ഐ ആം എൻ അമേരിക്കൻ, ഞാനൊരു അമേരിക്കക്കാരനാണ്, അതാണ് അന അംരീകിയുൻ. ഇനി മാ ഉംറുക, നിന്റെ വയസ്സെത്രയാണ്? ഹൗ ഓൾഡ് ആർ യു, നിന്റെ വയസ്സെത്രയാണ്? സ അത്തസിലു ബിക ഗദൻ, ഞാൻ നിന്നെ നാളെ ബന്ധപ്പെടാം. ഐ വിൽ കോണ്ടാക്ട് യു ടുമാറോ. സ അത്തസിലു, ഐ വിൽ കോണ്ടാക്ട്, ബിക യു, നിന്നെ, ഗദൻ ടുമാറോ, നാളെ. ഓക്കെ. ഇനി നഖ്താറുൽ ഔഫഖ വനക്തുബു ഇസ്മഹ, യോജിക്കുന്നത് തിരഞ്ഞെടുത്ത് അതിൻ്റെ പേരെഴുതാം. അൻ നജ്ജാറു യസ്തഖ്ദിമു ഡാഷ്, നജ്ജാർ ആശാരിയാണ് അല്ലേ, മരപ്പണിക്കാരൻ, കാർപ്പൻ്റർ. കാർപ്പൻ്റർ ഇതിൽ എന്താണ് ഉപയോഗിക്കുക? ഒരു കൊട്ടയുണ്ട്, ഒരു ചുറ്റികയുണ്ട്, ഒരു സ്റ്റെതസ്കോപ്പ് ഉണ്ട്. ചുറ്റികയാണ് അല്ലേ, ചുറ്റികക്ക് ഷാക്കൂഷ് എന്നാണ് പറയുക. അപ്പോൾ അൻ നജ്ജാറു യസ്തഖ്ദിമു ഷാക്കൂഷ, നജ്ജാർ ഷാക്കൂഷ് ഉപയോഗിക്കുന്നു. 2, അൽ മുസമ്മിമു യസ്തഖ്ദിമുൽ ഹാസൂബ, മുസമ്മിമു മീൻസ് ഡിസൈനർ, ഡിസൈനർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു, അല്ലാതെ മഴവും തൂമ്പയൊന്നും ഉപയോഗിക്കാറില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ.